മദ്യപിച്ച് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിന് പോലീസ് പിഴ ഈടാക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി ഹെലൻ ഓഫ് സ്പാർട്ട എന്നറിയപ്പെടുന്ന ധന്യ എസ്.ആർ. വാഹനം പോലീസ് കസ്റ്റഡിയിലല്ല ഉള്ളതെന്നും താൻ ഒളിവിലല്ല എന്നും വിശദീകരണ വീഡിയോയിൽ പറയുന്നു. ബിയർ കുടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചതെന്നും അത് വലിയ തെറ്റാണെന്നും ധന്യ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ന്യൂസ് ചാനലിലും കണ്ടിട്ടുണ്ടാവും ഞാൻ ഒളിവിലാണ്, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എൻ്റെ വാഹനത്തിൽ നിന്ന് MDMA കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പോലീസ് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ഉള്ളത്. അതിന് തന്നെ പറയാം വെരി 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 സോറി. എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിൻ്റെ ഇടയിൽ ഞാനൊരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അതെന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ആരാണ് ഇതിന്റെ പിന്നിലെന്നും എന്താണെന്നും എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. രതീഷ് വാസുദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രതീഷ് വാസുദേവൻ, ഇന്നലെയാണ് ഈ ഒരു വാർത്ത വരുന്നത്. എന്നാൽ താൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നു. എങ്കിൽ പോലും പ്രചരിക്കുന്ന മറ്റു കാര്യങ്ങൾ, വാഹനം കസ്റ്റഡിയിലെടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ധന്യ വീഡിയോയിൽ പറയുന്നത്. എന്താണ് അവരതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ധന്യയെ നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പുറത്തു വരുന്ന വിവരങ്ങൾ, ഈ വീഡിയോ ഉൾപ്പെടെ പറയുന്ന വിവരങ്ങൾ വെച്ച് ചില തെറ്റായ വാർത്തകൾ തന്നെക്കുറിച്ച് വന്നു എന്ന് തന്നെയാണ് ഹെലൻ ഓഫ് സ്പാർട്ട വ്യക്തമാക്കുന്നത്. അതിൽ താങ്കൾ സഞ്ചരിച്ച വാഹനം ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തു, ഭർത്താവിനെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് ചെയ്തു തുടങ്ങിയ അത്തരം ചില വാർത്തകൾ ചില മാധ്യമങ്ങളിൽ വരുന്നുണ്ട് എന്നാണ് അവരുടെ ആക്ഷേപം. എന്തായാലും അത് വസ്തുതാപരമല്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് FIR ഇടുകയും FIR കോടതിയിലേക്ക് സമർപ്പിക്കുന്നതാണ് സാധാരണ രീതി. ആ രീതിയാണ് കാര്യങ്ങളാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മറ്റൊന്നും ഉണ്ടായിട്ടില്ല. വാഹനം ഉൾപ്പെടെ അവരുടെ കൈവശം തന്നെ കച്ചീട്ടിൽ വയ്ക്കുന്ന രീതിയാണ് നിയമപരമായിട്ടുള്ളത്. ആ രീതി തന്നെയാണ് ഇവിടെ ഉണ്ടായത്. മാത്രമല്ല വളരെ മാതൃകാപരമായ ഒരു ഇടപെടൽ ധന്യ നടത്തിയിരിക്കുന്നു, ഹെലൻ ഓഫ് സ്പാർട്ട നടത്തിയിരിക്കുന്നു. തൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ചയുണ്ടായി. ആ വീഴ്ച കൂടുതൽ ആളുകൾ പ്രചരിപ്പിച്ച് ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് താൻ വാഹനം നിർത്താതെ പോയത്. എന്തായാലും ഇങ്ങനെ ഒരു വീഴ്ച തൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. അതിൽ വലിയ കുറ്റബോധമുണ്ട്, അതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ ഒരു സെലിബ്രിറ്റിയായ യൂട്യൂബർ ഇത്തരത്തിൽ ഒരു ക്ഷമ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കിയതുകൊണ്ടാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ തന്നെ ചർച്ച ഉയരുന്നത്. എന്തായാലും തൻ്റെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു ക്ഷമാപണം ഉൾപ്പെടെ നടത്താൻ തയ്യാറായ ഹെലൻ ഓഫ് സ്പാർട്ടയ്ക്ക് അഭിവാദ്യം അല്ലെങ്കിൽ പിന്തുണ പറഞ്ഞുകൊണ്ട് നിരവധി കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. എന്തായാലും ചില വസ്തുതാപരമായ തെറ്റായ ചില വിവരങ്ങൾ തനിക്കെതിരെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നാണ് ഹെലൻ ഓഫ് സ്പാർട്ട വ്യക്തമാക്കുന്നത്. എന്തായാലും അതിൻ്റെ മറ്റു നടപടികൾ ഈ ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ്. ശരി ശരി രതീഷ്.